പ്രൈസ് ലോർഡ്. ദൈവവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യോശുവയുടെ പുസ്തകം 24 അധ്യായം 15 വാക്യത്തിന്റെ അവസാനത്തിൽ യോശുവ പറയുന്ന ഒരു വാചകം ശ്രദ്ധിക്കൂ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, യഹോവയെ സ്നേഹിക്കും, യഹോവയെ മാത്രം ആരാധിക്കും. പ്രൈസ് ലോർഡ്. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ ദൈവം ചെയ്തതായിട്ടുള്ള അനേക നന്മകളെ കുറിച്ച് യോശുവ ജനത്തിന്റെ മുൻപിൽ ഒരു റിവ്യൂ വെച്ച് തന്റെ പുസ്തകം അവസാനിപ്പിക്കുന്നതിന് മുൻപ് താൻ പറയുകയാണ്, തന്റെ അവസാന കാലത്തിൽ ജനങ്ങളുടെ മുൻപിൽ വെച്ച് യോശുവ വലിയൊരു പ്രസംഗിയായി മാറി. താൻ പറയുകയാണ്, നോക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. അതിന്റെ 24 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ നാം വായിക്കുന്നത്, മരുഭൂമിയിൽ വെച്ചും നമ്മുടെ യാത്രയുടെ ആരംഭം മുതൽ അനേക ശാപങ്ങൾ നമ്മുടെ മേൽ വരുവാൻ കാരണമായിട്ടുണ്ട്. അനേകർ നമ്മെ ശപിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നു. ചില പ്രവാചകന്മാർ മുൻപോട്ട് വന്നു. ബിലെയാം ഒരു പ്രവാചകനായിരുന്നു, യഹോവയുടെ നാമത്തിൽ പ്രവചിക്കുന്ന പ്രവാചകനായിരുന്നു. പ്രവാചകൻ മുൻപോട്ട് വന്നു, അനേക നടത്തിപ്പുകാർ വന്നു, പുരോഹിതന്മാർ വന്നു, അനേക രാജാക്കന്മാർ, അനേക ഗുരുക്കന്മാർ, മാതാപിതാക്കൾ എന്നു വേണ്ട നാം പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ നാം അറിഞ്ഞവരും അറിയാത്തവരുമൊക്കെ നമ്മുടെ മേൽ ശാപവുമായി നമ്മെ എതിരിടുകയുണ്ടായി. ശാപം ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയപ്പോൾ ദൈവം ആ ശാപത്തെ കണ്ടിഷ്ടപ്പെട്ടില്ല. കാരണം നമ്മെ സ്നേഹിക്കിയാൽ ആ ശാപത്തെ നമുക്ക് അനുഗ്രഹമാക്കി ദൈവം മാറ്റി. ശത്രു കൊണ്ടുവന്നതായ സകല പദ്ധതികളും ദൈവം സ്വർഗത്തിൽ വെച്ച് അത് നിഷ്ഫലമാക്കി. അതിനുശേഷം ആ ശാപത്തിന് പകരം അനുഗ്രഹം നമ്മുടെ മേൽ കൊണ്ടുവന്നില്ലേ? അതിനുശേഷം യോശുവ ജനത്തോട് ചോദിക്കുകയാണ്, നമ്മൾ കെട്ടിയിട്ടില്ലാത്തതായ അനേക ഭവനങ്ങൾ നമുക്ക് പാർക്കുവാൻ ദൈവം തന്നില്ലേ? മിസ്രയീമിൽ മുതൽ നമ്മുടെ ജീവിതത്തിൽ കുടിലുകളും കൂടാരവും അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോഴോ കൊട്ടാരത്തിന് സമാനമായ അനേക നല്ല നല്ല ഡിസൈൻസ് ഉള്ളതായ അനേക ഭവനങ്ങൾ, ഇതൊന്നും നമ്മൾ കെട്ടിയതല്ല, നമ്മൾ ഉണ്ടാക്കിയതല്ല. നമ്മൾ നട്ടുണ്ടാക്കാത്തതായ അനേക തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, അത്തിത്തോട്ടങ്ങൾ, അനേക പഴവർഗ്ഗങ്ങൾ ദൈവം നമുക്ക് തന്നില്ലേ? ആടുമാടുകളെ തന്നില്ലേ? വശം ദേശത്തേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടതായ പച്ച പുൽപ്പുറമായിട്ടുള്ള അനേക ദേശങ്ങൾ, നമ്മുടെ കന്നുകാലികളെ മേയ്ക്കുവാൻ ദൈവം നമുക്ക് തന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ഓരോന്ന് എണ്ണി യോശുവ ജനങ്ങളോട് പറഞ്ഞതിന് ശേഷം യോശുവ പറയുന്നതായ ഒരു വാചകം, ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ ആരെ സ്നേഹിക്കും, ആരെ സേവിക്കും, ആരെ ആരാധിക്കും. അതിനുശേഷം യോശുവ പറയുന്ന ഒരു വാചകം, അതാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യോശുവ പറയാണ്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സ്നേഹിക്കും, സേവിക്കും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ കുടുംബമായിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. ദൈവം ഞങ്ങൾക്ക് ചെയ്തതായ നന്മകളെക്കുറിച്ചും ഉപകാരങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ കുടുംബത്തിൽ ഡിസ്കസ് ചെയ്തു. ഞങ്ങൾ അന്യോന്യം സംസാരിച്ചു. ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളിൽ ഞങ്ങളുമായിട്ടൊരു തീരുമാനത്തിലെത്തി. ഞങ്ങൾക്കറിയാം ഞങ്ങൾ മിസ്രയീമിൽ പാർത്തിരുന്നത് എങ്ങനെയെന്ന്. യോശുവ തന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് തന്നെ മാതാപിതാക്കൾ ആ മിസ്രയീമിൽ പാർത്തിരുന്ന അനേക കുടിലുകളെ കുറിച്ച്, കൂടാരങ്ങളെ കുറിച്ച്, പാർക്കുവാൻ ഇടമില്ലാതെ അടിമത്തിന്റെ ആ അടിമ സ്വഭാവം, മിസ്രയീം ജനം അടിമത്തരത്തിന്റെ ആ വളരെയധികം കാഠിന്യത ദൈവജനത്തിന് മേളിൽ അടിച്ചേൽപ്പിച്ചതായ നാളുകൾ, തന്റെ ചെറുപ്പകാലത്ത് ഒരു അടിമക്കുഞ്ഞായി മിസ്രയീമിൽ പാർക്കുവാൻ ഇടയായ യോശുവയെ ദൈവം ജീവനോടെ നിർത്തി. നോക്കൂ, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതായ അനേകർ മരണമടഞ്ഞു, പണ്ടുപോയി. അവരുടെ അവിശ്വാസത്തിൽ അവർ നിലനിൽക്കാതെ പോയി. എങ്കിലും യോശുവയെയും കാലേബിനെയും ദൈവം കനാൻ ദേശം വരെയും നിർത്തി. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ അവരാരായിരുന്നു എന്നുള്ളതായ ഒരു ഓർമ്മ ജനങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം അവരെ നിലനിർത്തി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പട്ടുപോക്കുവാനുള്ള അനേക സന്ദർഭങ്ങൾ ഉണ്ടായി. അവസാനിക്കത്തക്കതായ അനേക സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വന്നു. പക്ഷെങ്കിൽ ദൈവത്തിന് അങ്ങനെ പെട്ടെന്ന് നമ്മെ നശിപ്പിച്ചു കളയാൻ സാധിക്കില്ല. കാരണം ചില ഓർമ്മകൾ
വരും തലമുറയോട് നമ്മൾ പങ്കുവയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ ദൈവത്തെ സ്നേഹിക്കുകയോ സേവിക്കുകയോ എങ്ങനെ നമ്മൾ ആ തീരുമാനം എടുക്കുന്നു എന്ന് യോശുവ നല്ലൊരു ഉദാഹരണം ഈ പ്രഭാതത്തിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. യോശുവ പറയാണ്, നിങ്ങൾ ഇന്ന് തീരുമാനിക്കൂ, പക്ഷെങ്കിൽ ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. എപ്പോഴാണ്? യോശുവ പറഞ്ഞപ്പോഴുള്ള തീരുമാനമാണോ? അല്ല, കുടുംബമായിട്ട് അവരുടെ ജീവിതത്തിൽ യോശുവയുടെ ഭവനത്തിൽ ഒരു ധ്യാന പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഒരു ധ്യാനം. ദൈവം നമ്മെ നടത്തിയത് എങ്ങനെയാണ്? നമ്മൾ കെട്ടിയിട്ടില്ലാത്ത അനേക കിണറുകളിൽ നിന്ന് നമ്മൾ കോരി കുടിക്കുവാൻ, നമ്മൾ ആഗ്രഹിക്കാത്തതായി പ്രതീക്ഷിക്കാത്തതായി ഒരു യോഗ്യതയുമില്ലാത്തതായ അനേക വലിയ ഭവനങ്ങളിൽ നമുക്ക് പാർക്കുവാനുള്ളതായ ഒരു അവകാശം, നമ്മൾ ഇതുവരെയും നട്ടിട്ടില്ലാത്തതും നമ്മൾക്ക് പരിചയമില്ലാത്തതുമായ ഒരു കൃഷി, മുന്തിരി കൃഷി. അവിടെ നിന്ന് ഇതാ മുന്തിരിക്കുലകൾ, അത്തിപ്പഴങ്ങൾ എന്നുവേണ്ട ധാരാളം പഴവർഗ്ഗങ്ങൾ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു. ഒരു കാലത്ത് ഇതൊക്കെയും ജാതികൾ കൈവശം വെച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു. എങ്കിലും ജാതികൾ അതിന്മേൽ വാണിരുന്നപ്പോൾ അവിടെ പാലും തേനും ഒഴുകിയില്ല. എന്നാൽ വാഗ്ദത്ത സന്തതി വിശ്വാസത്താൽ അവരുടെ കാലുകൾ, അവരുടെ നരിയാണികൾ കനാൻ ദേശത്ത് ഉറപ്പിച്ചപ്പോൾ ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടു. ആ ഭൂപ്രകൃതിയിൽ മാറ്റം വന്നു. അവിടെ ഇതാ പാലും തേനും ഒഴുകുന്ന ദേശമായി അത് രൂപാന്തരപ്പെട്ടു. മനുഷ്യൻ രൂപാന്തരപ്പെട്ടതുപോലെ അവിടുത്തെ ഭൂപ്രകൃതിയും രൂപാന്തരപ്പെട്ടു. അവരുടെ കന്നുകാലികൾക്ക് രൂപാന്തരമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇപ്പോൾ ഈ രൂപാന്തരത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് ചോദിക്കുന്നതായ ഒരു ചോദ്യം, യോശുവ പറഞ്ഞതുപോലെ, ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, ഇതേ ദിവസം നിങ്ങൾ ആരെ സ്നേഹിക്കും, ആരെ സേവിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പറഞ്ഞതിന് ശേഷം യോശുവ ഒരു കാര്യം പങ്കിടുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഞങ്ങൾ കുടുംബമായി, കുഞ്ഞുങ്ങളുമായി, ഞങ്ങളുടെ സമയത്തൊക്കെയും, ഞങ്ങളുടെ വിശ്രമ സമയത്തൊക്കെയും, ഞങ്ങൾ ഭക്ഷിക്കുമ്പോഴും, ഞങ്ങൾ ദൈവത്തിന്റെ നന്മകൾ അനുഭവിക്കുമ്പോഴൊക്കെയും ഞങ്ങൾ എല്ലാവരും ചേർന്ന് ദൈവം ഞങ്ങൾക്ക് ചെയ്തതായ നന്മകളെ കുറിച്ച് ഞങ്ങൾ ഓർക്കുക സാധാരണമാണ്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചൊരു തീരുമാനത്തിലെത്തി. എത്ര കഷ്ടങ്ങൾ വന്നിരുന്നാലും, എത്ര പ്രയാസങ്ങൾ വന്നിരുന്നാലും, എത്ര നിന്ദകൾ വന്നിരുന്നാലും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല. ശാപം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റി ദൈവം. ദൈവത്തിന് സ്തോത്രം. പട്ടുപോകാവുന്ന അനേക സന്ദർഭങ്ങളിൽ ജീവനോട് നിലനിർത്തി അനേക നന്മകൾക്ക് അവകാശമാക്കി വെച്ച ദൈവം. ഞങ്ങളുടെ മുൻപിൽ കഷ്ടതയുണ്ട്. അനേക കാടും മേടും നിറഞ്ഞതായ ജീവിതങ്ങൾ ഞങ്ങളുടെ മുൻപിൽ ഇനിയുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും കാലേബ് പറയാണ്, എനിക്ക് അന്നത്തെ പോലെ തന്നെ ഉള്ളതായ ആരോഗ്യം ഇപ്പോഴുമുണ്ട്. ഞാൻ ശ്വാസത്താൽ ജീവിക്കുന്ന ഒരു ഹൃദയമുള്ളവനാണ്. ദൈവം എന്നെ എങ്ങനെ നടത്തിയെന്ന് ഞങ്ങൾക്കറിയാം. കാലേബിന്റെയും യോശുവയുടെയും ഭവനത്തിൽ ഒരു കുടുംബ പ്രാർത്ഥന, ഒരു കുടുംബ ധ്യാനം. അവർക്കറിയാം ദൈവം അവരെ എങ്ങനെയാണ് കൊണ്ടുവന്നത്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ അനേക നന്മകൾ യോശുവ പറയുന്നു. പലതും നീ നേടിയത് നിന്റെ നന്മ കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ വാള് കൊണ്ടല്ല. ദൈവം നിനക്ക് മുമ്പായി ഒരു തേനീച്ചക്കൂട്ടത്തെ അഴിച്ചുവിടുന്നത് പോലെ നിന്റെ ശത്രു മുൻപിൽ പോരാടുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതിനാലാണ്, നിന്നെ കൈപിടിച്ചാണ് ഇവിടം വരെ കൊണ്ടുവന്നത്. അത് നീ ഓർക്കുമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ മനസ്സ് വയ്ക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ പറയാണ്, വളരെ പ്രതികൂലങ്ങൾ ദൈവത്തിന് വിരോധമായി ഉയർന്നു വരുന്നതായ കാലഘട്ടം. ദൈവത്തെ കൂടാതെ നിനക്ക് നടക്കാമെന്നുള്ളതായ ഒരു ചിന്ത മനുഷ്യരുടെ ജീവിതത്തിൽ പെരുകി വരിക്കുന്നതായ കാലം. ആ കാലത്ത് നിന്റെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ശാപം അനുഗ്രഹമാക്കി മാറ്റിയതായ സന്ദർഭങ്ങളെ കുറിച്ച് നിനക്കും നിന്റെ ഭവനത്തിനും ഒരു ഓർമ്മ വേണം. നിന്റെ ഭവനത്തിൽ അതിനെക്കുറിച്ച് നീ സംസാരിക്കണം. നിന്റെ കുഞ്ഞുങ്ങളോട് പറയണം, ഭാര്യയോട് പറയണം, മാതാപിതാക്കൾ സംസാരിക്കണം, സഹോദരങ്ങളോട് പറയണം. നമ്മെ നടത്തിയത് മറ്റാരുമല്ല, സർവശക്തനായ ദൈവമാണ്. എത്ര കഷ്ടങ്ങൾ വന്നിരുന്നാലും നാം അവനെ തന്നെ സേവിക്കും, സ്നേഹിക്കും, ആരാധിക്കും. ഗോഡ് ബ്ലെസ് യു.